അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമുക്കിന്ന് വീഡിയോയിൽ നോക്കാനുള്ളത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളാണ്. ഇതിനു മുമ്പ് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാത്തവർ താഴെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ അതുപോലെ 5ാം ക്ലാസ്സിലെ ഓരോ വിഷയത്തിൽ നിന്നും ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഒരു ക്വിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെയധികം ഉപകരിക്കുന്ന ഒരു ക്വിസാണ്. അത് ഇതുവരെ ആയിട്ടും ആരും ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തുവിടാം. ഇനി നമുക്ക് നേരെ പേപ്പറിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഒരു പോറലും ഏൽക്കാതെ അഗ്നി ജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകിക്കൊണ്ട് പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ. ഏത് പ്രവാചകനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്? ഏത് പ്രവാചകനാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അഗ്നിയിൽ നിന്നും ഒരു പോറലും ഏൽക്കാതെ തീയിലൂടെയും നടന്നു വന്നു. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇനി അഥവാ ഒറ്റ വാക്കിൽ മുഅ്ജിസത്ത് എഴുതുക എന്നുള്ളതാണെങ്കിൽ ഇത് എഴുതാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് എന്നാൽ അദ്ദേഹം എന്ത് തീ സ്പർശിക്കുകയില്ല എന്ന് എഴുതാം. ഇനി അടുത്തത്, മരിച്ചവരെ ജീവിപ്പിച്ച പ്രവാചകൻ. മരണപ്പെട്ട ആളുകളെ ജീവിച്ച പ്രവാചകൻ ആരാണ്? ജീവിപ്പിച്ച പ്രവാചകൻ അത് ഈസാ നബി അലൈഹിസ്സലാം. അത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തും കൂടെയാണ്. പരീക്ഷയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്ജിസത്ത് എഴുതാൻ പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താണിത്, മരിച്ചവരെ ജീവിപ്പിക്കുക. ഇനി അടുത്തത്, വടി സർപ്പമാക്കിയ പ്രവാചകൻ. വടി സർപ്പമാക്കിയ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. അത് താഴെ ഇട്ടാൽ സർപ്പമാകും, അതെടുത്തു കഴിഞ്ഞാൽ വടിയാവുകയും ചെയ്യും. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് കേട്ടോ, വടി സർപ്പം. ഇനി അടുത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. പല മുഅ്ജിസത്തുകളും നബി തങ്ങൾക്കുണ്ട്. ചന്ദ്രൻ പിളർത്തിയതുണ്ട്, അതുപോലെ ഇസ്രാ മിഅ്റാജ് ഉണ്ട്, അതുപോലെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഇതിലേറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ചോദിച്ചാൽ ഖുർആൻ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഖുർആൻ ഷരീഫ്. ഇനി അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കാം. ഇവിടെ കുറച്ച് വിട്ട ഭാഗം തന്നിട്ടുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കുക. അത് ഒരു ദുആ ആണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ ആ ദുആ ആണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അത് പൂരിപ്പിക്കാനാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റഹ്മതി യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബിക ഫി ഹാജതി ഹാദിഹി ഫതഖ്ലി ലി അല്ലാഹുമ്മ ശഫിഉഹു ഫിയ്യ. ഇതിൻ്റെ അർത്ഥം താഴെ ഉണ്ടാകും. ഇത് ഈ ദുആ ഉണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദുആ ചിലപ്പോൾ മുറിച്ച് തരും അർത്ഥം എഴുതാനാണ്. അപ്പോൾ അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് മുറിച്ച് എഴുതേണ്ടി വരും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ആ മുറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും അർത്ഥം എഴുതാണ്ടാവുക. പ്രകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ചോദ്യമാണ്, ഇബാദത്ത് എന്നാൽ എന്ത്? എന്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്? ഉത്തരം, അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അതിനാണ് ഇബാദത്ത് എന്ന് പറയാം. അടുത്ത ചോദ്യം, കറാമത്ത്. എന്തിനാണ് കറാമത്ത് എന്ന് പറയാം? ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഇനി അടുത്ത ചോദ്യം, മുഅ്ജിസത്ത് എന്നാൽ എന്ത്? മുഅ്ജിസത്ത് എന്നാൽ എന്താണ്? ഉത്തരം,
അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. അടുത്തത് തൗഹീദ്. തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. ഇതിൽ ചിലപ്പോൾ സിഫാത്ത് എന്ന് കൊടുക്കും. പരീക്ഷയിൽ അങ്ങനെ വരാറുണ്ട് കേട്ടോ. അറബി എന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാൻ പറയും. ഇപ്പോൾ വിശേഷണങ്ങൾ എന്നാവും. ദാത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സത്തയിൽ. അതുപോലെ അഫ്ആല് അർത്ഥം എഴുതാൻ പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ. അതുപോലെ തൗഹീദ് ഏകദൈവ വിശ്വാസം, ഇബാദത്ത് ആരാധന, ഷിർക്ക് ബഹുദൈവ വിശ്വാസം, ഇതൊക്കെ ശ്രദ്ധിക്കുക, ഇതൊക്കെ ചോദിക്കും. ഇനി അടുത്ത ചോദ്യം, എന്താണ് ഷിർക്ക്? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അവനല്ലാതെ, അതായത് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇനി അടുത്ത ചോദ്യം, അംബിയ മുർസലുകൾ. ആരാണ് അംബിയ മുർസലുകൾ? ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അടുത്ത ചോദ്യം, ഔലിയാക്കൾ. ആർക്കാണ് ഔലിയാക്കൾ എന്ന് പറയാം? ഉത്തരം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഔലിയാഇൻ്റെ മുഫ്രദ് ഏതാണെന്ന് ചോദിക്കും, അതായത് ഏകവചനം. വലി എന്നതിൻ്റെ ബഹുവചനാണ് ഔലിയാ. സാധാരണ അങ്ങനെ ഉണ്ടാവല്. വലി എന്നതിൻ്റെ ബഹുവചനം ഏതാകുന്നു? ചിലപ്പോൾ തിരിച്ചുണ്ടാവും. ഔലിയ എന്നതിൻ്റെ ഏകവചനം എന്താകുന്നു? ഇനി അടുത്തത് ആശയം എഴുതാം. നിങ്ങളുടെ ഇവിടെ താഴത്ത് ഒരു ദിക്ർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സുജൂദിലൊക്കെ ചൊല്ലുന്ന ദിക്റാണ്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. ഈ ദിക്റിൻ്റെ അർത്ഥം ചോദിക്കും. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ ലാസ്റ്റ് ഭാഗത്ത് കാണും കേട്ടോ. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. ഈ പൂരിപ്പിക്കാനുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വ ഇൻ കാനല്ലാഹു യുജിരിക്കി ഫസ്അലുൽ വാഹിദൽ ഖഹാറ ഡാഷ്. വിട്ടുപോയ ഭാഗത്ത് യുജിരിയക്കി എന്നാണ്. അതിൻ്റെ അർത്ഥം അവിടെ മനസ്സിലാക്കണം. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് ആ വരിയുടെ അർത്ഥം കേട്ടോ. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ചോദിക്കും, ഇടയ്ക്ക് ഒരു ഭാഗം നിന്നൊക്കെ ചോദിക്കും. ഇനി അടുത്തത്, അല ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫുൻ അലൈഹിം ഡാഷ്. അല ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇനി അടുത്തത്, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതഹു ഡാഷ്. മൻ ആദലി വലിയൻ ഫഖദ് ആദൻതഹു ബിൽ ഹർബ്. അടുത്തത്, ഇന്ന ശിർക ലദുൽമുൻ അളീം. അതിൻ്റെ അർത്ഥം എഴുതേണ്ടി വരും, അത് പഠിക്കാം. ഇന്ന ശിർക ലദുൽമുൻ അളീം. തീർച്ചയായും അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഇനി അടുത്തത്, വകുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ. ചിലപ്പോൾ ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്താണെന്ന് ചോദിക്കട്ടോ. സൂറത്ത് യാസീനിൽ 40-ാമത്തെ ആയത്താണ് വകുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം.
ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എഴുതി കൊടുക്കുക. 1. മഹാത്മാക്കൾക്ക് നാം പറയുന്നു. അവർക്കെന്താ പറയുക? ഔലിയാ. മുകളിൽ കാണാം. ഇനി അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്നിട്ട് ലാസ്റ്റ് ബാക്കിയുള്ളത് മേലേക്ക് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ജീവിതകാലത്തിനെ പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും ഉണ്ടാകുന്നതാണ്. ആർക്കുണ്ടാവുക? ജീവിതകാലത്തെ പോലെ തന്നെ മഹാത്മാക്കൾക്ക് എന്ന് പറയുന്നത് ഔലിയാക്കൾക്ക് അവർക്കുണ്ടാകുന്നത് കറാമത്താണ്. കറാമത്തുകൾ മുകളിൽ കാണാം. ചോദ്യം 3. അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയൂ. അത് മുകളിൽ കാണാം. മുഅ്ജിസത്ത് ഫസ്റ്റ്. നാലാമത്തത് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. മാജിക്. ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടല്ലാതെ? അള്ളാഹു കഴിവ് നൽകാതെ. ബ്രാക്കറ്റിലുണ്ട്. അടുത്തത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ നൽകും എന്ത്? സ്വർഗം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അള്ളാഹു നൽകും ശിക്ഷ. ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.